പെൻഷൻ വിതരണം ചെയ്യാതെ UDF ബാങ്ക് ഭരണസമിതി. പുതുപ്പള്ളി മണ്ഡലത്തിലെ വാകത്താനം സർവീസ് സഹകരണ ബാങ്കും നാലുനാക്കൽ സർവീസ് സഹകരണ ബാങ്കുമാണ് പെൻഷൻ വിതരണം ചെയ്യാൻ മടിക്കുന്നത്. വിഷുവിന് മുൻപ് വിതരണം ചെയ്യേണ്ട തുകയാണ് ബോധപൂർവം വൈകിപ്പിക്കുന്നത്. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. സനോജ്, ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത നടപടിയാണ്. ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാതെ UDF ഭരണസമിതി ഭരിക്കുന്ന ബാങ്കുകൾ ഇത്തരത്തിൽ വളരെ അരോചകമായ നടപടി സ്വീകരിക്കുന്നു. എന്താണ് സംഭവം? അഞ്ജന, വളരെ ഖേദകരമെന്ന് പറയട്ടെ. കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി മണ്ഡലത്തിലുള്ള വാകത്താനം സർവീസ് സഹകരണ ബാങ്കും നാലുമാക്കൽ സർവീസ് സഹകരണ ബാങ്കുമാണ് ഗുണഭോക്താക്കൾക്ക്, അതായത് ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാൻ മടി കാണിക്കുന്നത്. ഈ രണ്ട് ബാങ്കുകളിലൂടെയുമായി പഞ്ചായത്തിലുടനീളം 5500-ൽ പരം ഗുണഭോക്താക്കളുണ്ട്. ഇവർക്ക് പണം ലഭിക്കേണ്ടത് ഈ സർവീസ് സഹകരണ ബാങ്കുകളിലൂടെയാണ്. ഈ രണ്ട് ബാങ്കും ഭരിക്കുന്നത് UDFിൻ്റെ നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയാണ്. ഈ ഭരണസമിതി പെൻഷൻ വിതരണം ചെയ്യാൻ ബോധപൂർവം വൈകിപ്പിക്കുന്നുവെന്നാരോപിച്ച് ഇപ്പോൾ രാവിലെ അല്പസമയം മുൻപ് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ വാകത്താനം സർവീസ് സഹകരണ ബാങ്കിൻ്റെ മുമ്പിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുകയുണ്ടായി. ആ സമരത്തിൽ പങ്കെടുത്ത ഒരു വീട്ടമ്മ, അവർ വളരെ നിർധനരായ കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. അവരുടെ കുടുംബത്തിൽ 5 പേർക്കാണ് പെൻഷൻ ഉള്ളത്. കിടപ്പ് രോഗികൾ ഉൾപ്പെടെ, പ്രായം ചെന്ന രക്ഷിതാവ് ഉൾപ്പെടെ, പിതാവില്ലാത്ത കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ള ആ സ്ത്രീ ഉൾപ്പെടെയുള്ള ആൾക്ക് പെൻഷൻ ലഭിക്കേണ്ടതാണ്. 5 പേർക്കും പെൻഷൻ ലഭിക്കേണ്ടതാണ്. എന്നാൽ അവർക്ക് പെൻഷൻ ലഭിക്കാത്തതുകൊണ്ട് അവർക്ക് മരുന്ന് വാങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ അവർക്ക് വിഷുവിന് വേണ്ടി വേണ്ട കരുതലുകൾ നടത്തുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ഈ പെൻഷൻ ലഭിക്കാത്തത് കൊണ്ട് വൈകുന്ന ഒരു സാഹചര്യമുണ്ട്. മുൻപ് സാമ്പത്തിക പ്രയാസം മൂലം കേന്ദ്രം വിതരണം ചെയ്യേണ്ട തുക പോലും വിതരണം ചെയ്യാത്ത കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ വായ്പ എടുത്തു പോലും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുകയുണ്ടായി. അതിനിടയിൽ അല്പം കാലതാമസം നേരിട്ടപ്പോൾ നാട് നീളെ സമരനാടകം നടത്തിയ UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ബാങ്ക് ഭരണസമിതിയാണ് ഇത്തരത്തിൽ പെൻഷൻ എത്തിയിട്ടും അത് വിതരണം ചെയ്യാൻ മടിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും അധികം വിരോധാഭാസം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാങ്ക് സെക്രട്ടറിയെ ഞാൻ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത്, തങ്ങൾക്ക് സർക്കാരിൻ്റെ ഉത്തരവ് കിട്ടിയിരുന്നുവെങ്കിലും പെൻഷൻ തുക കൈ കിട്ടാതെ ഞങ്ങൾക്ക് വിതരണം ചെയ്യാൻ കഴിയുകയില്ല. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ട്രഷറിയിൽ നിന്നും പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നത്. അതുകൊണ്ടാണ് വിതരണം ചെയ്യാൻ വൈകിയത്. വരും ദിവസങ്ങളിൽ ആ തുക വിതരണം ചെയ്യുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഞാനപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ ബാങ്ക് ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണോ? ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണെങ്കിലും പണം കയ്യിൽ കിട്ടാതെ ഞങ്ങൾ വിതരണം ചെയ്യുകയില്ല. അപ്പോൾ നമ്മൾ സംശയം പ്രകടിപ്പിച്ചു. മറ്റ് പല ബാങ്കുകളും ഇത്തരത്തിൽ തുക ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾ സർക്കാരിൻ്റെ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ആ പണം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ സാധാരണ മുൻകൂറായി തന്നെ വിതരണം ചെയ്യുകയല്ലേ? അങ്ങനെയാണെങ്കിൽ വിഷുവിന് മുമ്പ് വിതരണം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് അത് സഹായകരമാവുകയില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഇത് UDF ഭരണസമിതി ഉള്ള ബാങ്കാണ്. സ്വാഭാവികമായും ആ ബോർഡിൻ്റെ അംഗീകാരമില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. സ്വാഭാവികമായും ഇതിൽ രാഷ്ട്രീയം മാത്രമാണ്. കാരണം സർക്കാർ തീരുമാനിച്ച പെൻഷൻ തുക കൃത്യമായി വിതരണം ചെയ്യാതെ ബോധപൂർവം വൈകിപ്പിച്ച് ആ ജനരോഷം സർക്കാരിനെതിരെ വരുത്തി തീർക്കുക എന്നുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഈ UDF ഭരിക്കുന്ന ഭരണസമിതി ഇപ്പോൾ പെൻഷൻ വിതരണം ചെയ്യാൻ മടി കാണിക്കുന്നത്. അഞ്ജന. ശരി, സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.